Now moving on, having discussed or just walked through the cloud services and cloud providers, now let's just jump into the cloud native development. What is cloud native development? നമ്മൾ പറഞ്ഞ ക്ലൗഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് സർവീസസ് ഉണ്ട്. ഈ സർവീസസിനെ ഉപയോഗപ്പെടുത്തി ഇതിനെ ലിവറേജ് ചെയ്ത് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ ബെനിഫിറ്റ്സ് ഉപയോഗിച്ച് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്ത് ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചറിൽ ഡിപ്ലോയ് ചെയ്യുന്നതിനെയാണ് ഈ വ്യത്യാസം എന്ന് പറയുന്നത്. ക്ലൗഡിന്റെ ബെനിഫിറ്റ്സ് ആയ സ്കേലബിലിറ്റി, ഹൈ അവൈലബിലിറ്റി, ഈ പോലുള്ള ഇലാസ്റ്റിസിറ്റി, ഇതുപോലുള്ള എല്ലാ ബെനിഫിറ്റ്സും യൂട്ടിലൈസ് ചെയ്ത് അതിനുവേണ്ട സ്പെസിഫിക് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള കുറെ ഫ്രെയിംവർക്സ് ഉണ്ട്. ഈ ഫ്രെയിംവർക്സും കോമ്പോണൻസും യൂസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് ആർക്കിടെക്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിന്റെ പേരാണ് ക്ലൗഡ് നേറ്റീവ് ഡെവലപ്മെന്റ്. ആ ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സിന്റെ പേരാണ്. ഇറ്റ്സ് എ മോഡേൺ അപ്രോച്ച് ഫോർ ഡെവലപ്പിംഗ് ആപ്ലിക്കേഷൻസ് ഫോർ ക്ലൗഡ്, ലിവറേജിംഗ് ദ ബെനിഫിറ്റ്സ് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഇതാണ് ക്ലൗഡ് നേറ്റീവ് ഡെവലപ്മെന്റ് ഹൈ ലെവൽ ഡെഫിനിഷൻ. ബിഗസ്റ്റ് ബെനിഫിറ്റ്സ് അഗെയിൻ സ്കേലബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ഒരുപാട് നമ്പർ ഓഫ് യൂസേഴ്സിനെ കാറ്റർ ചെയ്യാവുന്ന വിധത്തിൽ. ഫ്ലെക്സിബിലിറ്റി മീൻസ് ലൈക്ക് യു ക്യാൻ കീപ് ചേഞ്ചിങ്, യു ക്യാൻ മേക്ക് ചേഞ്ച് വെരി ക്വിക്ലി. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർക്കിടെക്ചറൽ പാറ്റേൺ ആണ് മൈക്രോ സർവീസസ് ആർക്കിടെക്ചർ. മൈക്രോ സർവീസസ് മീൻസ് നിങ്ങളുടെ ഹ്യൂജ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ, ഒരു ബിഗർ ആപ്ലിക്കേഷൻ യു ബ്രേക്ക് ഡൗൺ ഇൻ സ്മോളർ മാനേജബിൾ ഇൻഡിപെൻഡന്റ്ലി ഡിപ്ലോയബിൾ ആയിട്ടുള്ള പീസസ് ആയിട്ട് ചെറിയ ചെറിയ സർവീസസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് ഡിപ്ലോയ് ചെയ്യുന്ന, എന്നിട്ട് ഈ സർവീസ് എല്ലാം കൂടി ഒരു സിംഗിൾ ആപ്ലിക്കേഷൻ ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു ആർക്കിടെക്ചർ പാറ്റേണിന്റെ പേരാണ് മൈക്രോ സർവീസസ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് വൺ ഓഫ് ദ സെൻട്രൽ നേച്ചർ ഓഫ് ക്ലൗഡ് നേറ്റീവ് ഡെവലപ്മെന്റ്. മറ്റൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതിയാണ് കണ്ടെയ്നറൈസേഷൻ. കണ്ടെയ്നറൈസേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ സ്മോൾ സർവീസസ് അതിന്റെ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള അതിന് വേണ്ട എല്ലാ എൻവയോൺമെന്റും ചെറിയൊരു കണ്ടെയ്നറിനകത്ത്, ഒരു വിർച്വൽ കണ്ടെയ്നറിനകത്ത്, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് ഏത് എൻവയോൺമെന്റിലേക്ക് വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് പോർട്ട് ചെയ്യാവുന്ന ഒരു ടെക്നോളജിയാണ് കണ്ടെയ്നറൈസേഷൻ. അതിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള രണ്ട് പേരുകളാണ് ഡോക്കർ ആൻഡ് ക്യൂബർനെറ്റീസ്. അപ്പൊ ഡോക്കർ ആൻഡ് ക്യൂബർനെറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടെയ്നറൈസ് ചെയ്ത് മൈക്രോ സർവീസസ് ആർക്കിടെക്ചർ ബേസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഈ ക്ലൗഡ് നേറ്റീവ് ഡെവലപ്മെന്റിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ്. അതുപോലെ മറ്റൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു feature, it's not just a feature, it's like a culture, is called DevOps. DevOps എന്ന് പറയുന്ന സെറ്റ് ഓഫ് ടൂൾസ്, പ്രാക്ടീസസ് ആൻഡ് ഫ്രെയിംവർക്സ്, ഇതെല്ലാം കൂടിയിട്ടുള്ള നമ്മുടെ നിങ്ങൾ ബിൽഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസും സർവീസസും ബിൽഡ് ചെയ്യുകയും പാക്കേജ് ചെയ്യുകയും ഡെലിവർ ചെയ്യുകയും ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട്, വളരെ അജൈലായി, വളരെ ഫാസ്റ്റായി ഓട്ടോമാറ്റിക്കലി ചെയ്യുന്ന ഒരു സംവിധാനത്തെ പറയുന്ന പേരാണ് ഡെവോപ്സ്. അപ്പൊ ഡെവോപ്സ് എന്ന് പറയുന്നത് ക്ലൗഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ് ആയ എജിലിറ്റിയെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഇവോൾവ് ചെയ്യാവുന്ന നേച്ചറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ് ഡെവോപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഡെവോപ്സിന്റെ എല്ലാ ടെക്നിക്സും യൂസ് ചെയ്തിട്ടാണ് ക്ലൗഡ് നേറ്റീവ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യേണ്ടത്. അതുപോലെ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് അതിന്റെ ഒരു ബെനിഫിറ്റ് ആണ്. ഈ ചെറിയ ചെറിയ പീസ് ഓഫ് സർവീസസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്ലൗഡ് നേറ്റീവ് ഡെവലപ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് യാതൊരു ഡൗൺ ടൈമും ഇല്ലാതെ, അതായത് ഒരു സർവീസ് ഇന്ററപ്ഷൻസ് ഇല്ലാതെ വളരെ ഫാസ്റ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവ് ചെയ്ത് ഫാസ്റ്റ് ആൻഡ് ക്വിക്ക് ഫ്രീക്വന്റ് അപ്ഡേറ്റ്സും ഫ്രീക്വന്റ് റിലീസസും എൻഹാൻസ്മെന്റ്സും ചെയ്യാവുന്ന ഒരു ഈ ക്ലൗഡ് നേറ്റീവ് ഡെവലപ്മെന്റിൽ. പിന്നെ വേറൊന്ന്, നിങ്ങൾക്ക് കോസ്റ്റ് എഫിഷ്യൻസി. ഇത്രയധികം വളരെ ഫാസ്റ്റ് ആയിട്ട് പോവുകയും ഒരുപാട് വളരെ കട്ടിംഗ് എഡ്ജ് ആയിട്ടുള്ള ഹെവി ട്രാഫിക് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യുമ്പോഴും കോസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരുപാട് വളരെ പെട്ടെന്ന് ഷൂട്ടപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാതെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൺനെസറി ആയിട്ട്, അനാവശ്യമായിട്ട് ഒരുപാട് റിസോഴ്സസ് അൺയൂസ്ഡ് ആയിട്ട് ഒപ്റ്റിമൈസ്ഡ് അല്ലാതെ വരുന്നു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പറേഷണൽ കോസ്റ്റുകൾ, നിങ്ങൾ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ കോസ്റ്റുകളും മറ്റും ഒരുപാട് കൂടാനുള്ള സാധ്യത. ഇതെല്ലാം കൺട്രോൾ ചെയ്യാവുന്നതിനുള്ള ഫീച്ചേഴ്സ്, ഫെസിലിറ്റീസും ഈ ക്ലൗഡ് നേറ്റീവ് ഡെവലപ്മെന്റിലുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ കോസ്റ്റ് എല്ലാം വളരെ ഒപ്റ്റിമൈസ് ചെയ്ത് വളരെയധികം ലാഭകരമായ രീതിയിൽ ബിസിനസ് റൺ ചെയ്യാൻ സാധിക്കും. പിന്നെ എൻഹാൻസ്ഡ് റെസിലിയൻസ് എന്ന് പറയുന്നത്, ഈ ഇത്രയധികം സർവീസസ് ഉണ്ടാകുമ്പോൾ മൈക്രോ സർവീസ് ആർക്കിടെക്ചറിൽ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ സർവീസസ് നമ്പർ ഓഫ് സർവീസ് കൂടുമ്പോൾ അത് ഫെയിൽ ആവാനും പ്രോബ്ലംസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഈ ക്ലൗഡ് നേറ്റീവ് പ്ലാറ്റ്ഫോംസ് പലപ്പോഴും ഹൈ അവൈലബിലിറ്റി സൊല്യൂഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർവീസസിന് തന്നെ ഒരു ക്ലസ്റ്റർ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ഒരു സർവീസ് ഇൻസ്റ്റൻസ് ഡൗൺ ആയി കഴിഞ്ഞാൽ പുതിയതായിട്ട് സർവീസ് ഇൻസ്റ്റൻസ് അതിന് ഓട്ടോമാറ്റിക്കലി സ്പിൻ ഓഫ് ചെയ്ത്
ഇതിനെ ഹൈ അവൈലബിലിറ്റി, അതായത് സർവീസ് ഒരിക്കലും അൺഅവൈലബിൾ ആക്കാതെ എപ്പോഴും അവൈലബിൾ ആക്കി നിർത്തുന്ന ഒരു സംവിധാനമുണ്ട്. ഇതെല്ലാം നമുക്ക് കോൺഫിഗർ ചെയ്തിടാം എന്നുള്ളതാണ് അതിന്റെ പറ്റി. അതുപോലെ ഡിസാസ്റ്റർ റിക്കവറി. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ സർവീസ്, നമ്മുടെ സെർവേഴ്സ് ക്രാഷ് ആവാം, വെർച്വൽ സെർവേഴ്സ് ആയാലും ക്രാഷ് ആവാം, നമ്മുടെ നെറ്റ്വർക്കിൽ പ്രോബ്ലംസ് വരാം. ഈ പ്രോബ്ലംസ് എല്ലാം വന്നു കഴിഞ്ഞാലും അത് എവിടെ വെച്ച് ഫെയിൽ ആയോ ആ പോയിന്റിൽ നിന്ന് അത് വീണ്ടും ഓട്ടോമാറ്റിക്കലി റിക്കവർ ചെയ്ത് കൊണ്ടുവരാവുന്ന രീതിയിൽ നമുക്ക് കോൺഫിഗർ ചെയ്തിടാം. ഇതെല്ലാം ക്ലൗഡ് നേറ്റീവ് ഡെവലപ്മെന്റിന്റെ ഫീച്ചേഴ്സ് ആണ്. അപ്പൊ ഇതെല്ലാം അറിഞ്ഞ് ചെയ്യുന്ന എക്സ്പേർട്സിനെ കുറിച്ചാണ്, അവരുടെ ജോലി സാധ്യതകളെ കുറിച്ചാണ്, അത് അവർക്ക് കിട്ടാവുന്ന വലിയ വലിയ ജോലികളെ കുറിച്ചും അവർക്ക് കയറി ചെല്ലാവുന്ന ബിഗ് കമ്പനീസ്, അവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ബിഗ് കമ്പനീസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ റിമെമ്പർ ദ 4 major points here: DevOps, continuous delivery, CI/CD, micro services, containers. ഇതെല്ലാമാണ് ഇതിന്റെ കീ ആയിട്ടുള്ള എലമെന്റ്സ്. ഇനി പോപ്പുലർ ആയിട്ടുള്ള ക്ലൗഡ് നേറ്റീവ് ടെക്നോളജി സ്റ്റാക്സ്, നിങ്ങളൊരു ഹൈ ലെവൽ ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, വളരെ ക്വിക്ക് ആയിട്ട് ഞാൻ പോവുകയാണ്. ഫസ്റ്റ് ഇതിന്റെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ക്ലൗഡ് നേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ കമ്പ്യൂട്ട് ഡിവൈസസ് അല്ലെങ്കിൽ കമ്പ്യൂട്ട് കമ്പോണൻസ്. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സംഗതി ഒന്ന് കണ്ടെയ്നേഴ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞത്, ഡോക്കർ കുബർനെറ്റീസ് പോലുള്ള കാര്യങ്ങൾ, സെർവർലെസ്, പിന്നെ അസ്യൂർ ഫംഗ്ഷൻസ്. സെർവർലെസ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് സെർവർലെസ് പ്രോഗ്രാമിങ്ങിന് വേണ്ടിയുള്ള ഫംഗ്ഷൻസ് ഓട്ടോമാറ്റിക്കലി റൺ ചെയ്യാനുള്ള കാര്യം. പിന്നെ സ്റ്റോറേജ് മെക്കാനിസംസ് ആയ ആമസോൺ S3 ബക്കറ്റ് നമുക്ക് കേട്ടിട്ടുണ്ടായി. ആമസോൺ അഷൂറിലാണെങ്കിൽ ബ്ലോക്ക് സ്റ്റോറേജ്, ഗൂഗിളിലാണെങ്കിൽ ഗൂഗിൾ ക്ലൗഡ് സ്റ്റോറേജ്. അതുപോലെ ഡാറ്റാബേസസ്, ക്ലൗഡ് മാനേജ് ഡാറ്റാബേസസ്, അതിൽ ആമസോണിലാണെങ്കിൽ RDS, റിലേഷണൽ ഡാറ്റാബേസ് സർവീസസ് എന്ന് പറയും. പിന്നെ അഷൂർ SQL, ഗൂഗിൾ ക്ലൗഡ് SQL എന്ന് പറഞ്ഞിട്ടുള്ള ഇതൊക്കെയാണ് എസെൻഷ്യൽ. ഇനി ഡെവോപ്സിന്റെ ഭാഗമായി, ഡെവലപ്മെന്റ് ഓപ്പറേഷൻസിന്റെ ഷോർട്ടാണ് ഡെവോപ്സ്. അതിന്റെ ഭാഗമായി CI/CD, കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ ഓർ കണ്ടിന്യൂസ് ഡിപ്ലോയ്മെന്റ് ടൂൾസ് ആൻഡ് പ്രോസസ്സസ്, അതിനുവേണ്ടിയുള്ള കുറച്ച് ടൂൾസ്, ജെങ്കിൻസ്, പിന്നെ അഷൂർ ഡെവോപ്സ്, GitLab CI പോലുള്ള കാര്യങ്ങൾ. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ആസ് കോഡ് എന്ന് പറയുന്ന ഒരു സർട്ടൻ വിഭാഗത്തിൽ വരുന്ന ടെറാഫോം, AWSലാണെങ്കിൽ ക്ലൗഡ് ഫോർമേഷൻ, ഇതുപോലെ കുറച്ച് കാര്യങ്ങളാണ്. ഈ വേർഡ്സ് എല്ലാം, ഈ കീവേഡ്സ് എല്ലാം നിങ്ങൾക്ക് പഠിക്കണമെന്നോ മനസ്സിലാക്കണമെന്നില്ല, ബട്ട് ദിസ് ഇസ് ഫോർ യു ടു ഗെറ്റ് ഫെമിലറൈസ്ഡ്. അതുപോലെ മറ്റൊരു ഏരിയയാണ് മോണിറ്ററിംഗ്. ഈ ക്ലൗഡ് സർവീസസിന്റെ ഹെൽത്തും പിന്നെ അതിന്റെ ഹൈ അവൈലബിലിറ്റിയും സെക്യൂരിറ്റിയും എല്ലാം മോണിറ്റർ ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ. അതിൽ കുറേയധികം ടൂൾസ് ഉണ്ട്. പ്രൊമീത്തിയസ്, ഗ്രഫാന എന്ന് പറയുന്ന ടൂൾസ് ഉണ്ട്. പിന്നെ ആൻസിബിൾ, പപ്പറ്റ് പോലുള്ള കോൺഫിഗറേഷൻ മാനേജ്മെന്റ് ടൂൾസ്. പിന്നെ അതുപോലെ ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നെറ്റ്വർക്കിംഗ് ആൻഡ് സെക്യൂരിറ്റി. ബിക്കോസ് ക്ലൗഡിൽ വളരെ സീരിയസ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് ഇടുമ്പോൾ, ഡിപ്ലോയ് ചെയ്യുമ്പോൾ അതിൽ ഡാറ്റ സ്റ്റീൽ ചെയ്യാതെ നോക്കുകയും അതിൽ ഈ ഒരുപാട് വൈറസ് അറ്റാക്കുകളോ അല്ലെങ്കിൽ ബോട്ട് അറ്റാക്കുകളോ ഇല്ലാതെ സർവീസ് അവൈലബിൾ ആക്കുന്നതിന് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറെ മെക്കാനിസംസ് ഉണ്ട്. ഇതും അതുമായി ആക്സസ് കൺട്രോൾ ചെയ്യുന്നതിനുള്ള OAuth പോലുള്ള മെക്കാനിസംസ്, OpenID കണക്ട് പോലുള്ള AWSനകത്തുള്ള IAM, ഐഡന്റിറ്റി ആൻഡ് ആക്സസ് മാനേജ്മെന്റ് പോലുള്ള സംവിധാനങ്ങൾ. അപ്പൊ ഇതെല്ലാം ഇതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറച്ച് ടെക്നോളജീസ് ആണ്. പിന്നെ സാധാരണ നമ്മൾ ഡെവലപ്പർ ടൂൾസ് ആയ വിഷൻ സ്റ്റുഡിയോ കോഡ് അതുപോലുള്ള ടൂൾസ് എല്ലാം IDs ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. പിന്നെ ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ഓപ്പൺ API മാനേജ്മെന്റ്. API മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്റ്റാൻഡേർഡ്സ് ആയ ഓപ്പൺ API എന്നുള്ള ഒരു ടൂളായ സ്വാഗർ. ചില ആൾക്കാർക്കെല്ലാം, ഇതിലിരിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് സ്വാഗർ അറിയാമെന്ന് വിചാരിക്കുന്നു. ആമസോണിലാണെങ്കിൽ ആമസോൺ API ഗേറ്റ്വേ, അഷൂറിലും API ഗേറ്റ്വേ പോലുള്ള സംഗതികൾ, ഇതെല്ലാം അതിന് കമ്പോണൻസ് ആണ്. ഇനി ആപ്ലിക്കേഷൻ റൺ ടൈം, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷന്റെ ഒരു ടോപ്പിക്. ഇതാണ് .NET Core environment is very crucial for Azure and related platforms. അതുപോലെ Node.js ഒരു പ്ലാറ്റ്ഫോമാണ്, ജാവ ബേസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം, JVM എന്ന് പറയുന്നത്. ഫ്രെയിംവർക്സിൽ ASP.NET Core ഒരു ഫ്രെയിംവർക്കാണ്. അതിനകത്ത് തന്നെയുള്ള ASP.NET Coreനകത്ത് തന്നെയുള്ള ബ്ലേസർ എന്ന് പറയുന്ന ഒരു ഫ്രെയിംവർക്ക്. അതുപോലെ ജാവ വേൾഡിലാണ് സ്പ്രിംഗ് ബൂട്ട്, പിന്നെ ഓപ്പൺ സോഴ്സിൽ Express.js, Node.jsനകത്ത്, പൈത്തൺ ആണെങ്കിൽ Django. പിന്നെ ഡാറ്റ പ്രോസസിംഗ് അനാലിറ്റിക്സിൽ ഒരുപാട് ബിഗ് ഡാറ്റയുടെ ഭാഗമായിട്ട് Apache Spark, Hadoop എന്നൊക്കെ പറയുന്ന ടെക്നോളജീസ് ഉണ്ട്. മെഷീൻ ലേണിംഗ് ആണെങ്കിൽ AI, നിങ്ങൾ ഫെമിലിയർ ആണ്. AI ഈസ് എ വെരി ബിഗ് പ്ലെയർ ഇൻ ക്ലൗഡ്. സോ TensorFlow പോലുള്ള ഫ്രെയിംവർക്സ്, PyTorch, Azure മെഷീൻ ലേണിംഗ് പോലുള്ള ഫെസിലിറ്റീസ്, ഇതെല്ലാം ക്ലൗഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് സ്റ്റാക്സ് ആണ്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ക്ലൗഡ് നേറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റാക്സ് ഏതെല്ലാം? അതിൽ മൈക്രോസോഫ്റ്റിന്റെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് മൈക്രോസോഫ്റ്റ് അഷ്യൂർ തന്നെ, അതിനകത്തുള്ള ഒരുപാട് സ്റ്റാക്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ടെക്നോളജിയുമായ ASP.NET Core. അപ്പൊ ഇതൊരു കോമ്പിനേഷൻ ആണ്, മൈക്രോസോഫ്റ്റ് അഷ്യൂർ, ASP.NET Core. ജാവ വേൾഡിലാണെങ്കിൽ ജാവ ഒരു സ്പ്രിംഗ് ബൂട്ട്, സ്പ്രിംഗ് ക്ലൗഡ് എന്നൊക്കെ പറയുന്ന
ഒരുപാട് ഫ്രെയിംവർക്സും പ്ലാറ്റ്ഫോംസും ഉണ്ട്. ക്വാർക്കസ് എന്ന് പറഞ്ഞുള്ള ഫ്രെയിംവർക്സ് ഉണ്ട്. റിച്ച് ഫ്രെയിംവർക്ക് സെറ്റ് ഓഫ് ടൂൾസ് ഇൻ ജാവ. ഇനി ഓപ്പൺ സോഴ്സ്, ഇത് നമ്മുടെ ഈ ഫുൾ സ്റ്റാക്ക് ജാവാസ്ക്രിപ്റ്റിന്റെ ഭാഗത്തേക്ക് വരാണെങ്കിൽ നിങ്ങൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള മെയിൻ സ്റ്റാക്ക് അതിനെ യൂസ് ചെയ്യാം. പക്ഷെ അത് ക്ലൗഡ് നേറ്റീവ് ആർക്കിടെക്ചറിൽ യൂസ് ചെയ്യുന്നത് മാത്രം. മെയിൻ സ്റ്റാക്ക്, ഈ മെയിൻ സ്റ്റാക്കും മിൻ സ്റ്റാക്കും തമ്മിലുള്ള വ്യത്യാസം ആംഗുലാറിന് പകരം റിയാക്ട് യൂസ് ചെയ്യുന്നു എന്നുള്ള മാത്രമാണ് വ്യത്യാസം. അപ്പൊ രണ്ടും ഫുൾ സ്റ്റാക്ക് ജാവാസ്ക്രിപ്റ്റ് ഫ്രെയിംവർക്സ് ആണ്. അതുപോലെ പൈത്തൺ ഇസ് നോട്ട് വെരി പോപ്പുലർ ഇൻ ക്ലൗഡ് നേറ്റീവ് ഡെവലപ്മെന്റ്. ഈ ഡാറ്റാ സയൻസിൽ മറ്റുള്ള പൈത്തൺ വളരെ പോപ്പുലർ ആണ് ക്ലൗഡ് നേറ്റീവ് ഡെവലപ്മെന്റ്. ബട്ട് സ്റ്റിൽ ദർ ആർ സം കമ്പനീസ് യൂസിങ് ഇറ്റ്. പൈത്തൺ, ജാങ്കോ, ഫ്ലാസ്ക് ആണ് കോമ്പിനേഷൻ. അതുപോലെ ഗോലാങ്, ഗൂഗിളിന്റെ ഗോലാങ്ങിൽ നിന്നുള്ള ബീഗോ എന്ന് പറയുന്ന ഫ്രെയിംവർക്ക് ആൻഡ് റിലേറ്റഡ് സെറ്റ് ഓഫ് ഫ്രെയിംവർക്സ് ഉണ്ട് ഗോലാങ്ങിൽ. ഇതൊക്കെയാണ് പോപ്പുലർ ഡെവലപ്മെന്റ് സ്റ്റാക്സ് ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ മൈക്രോസോഫ്റ്റ് സ്റ്റാക്ക് ഒന്ന് അല്പം ഡീപ്പിലേക്ക് പോവുകയാണെങ്കിൽ അത് ഈ ASP.NET കോർ പോലെ, അതായത് ലാംഗ്വേജ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നോക്കുകയാണെങ്കിൽ C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണുള്ളത്. അതുപോലെ F# എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ബട്ട് ഡിഫോൾട്ട് ഇറ്റ് ഈസ് C#. പിന്നെ ഈ പലപ്പോഴും ഫ്രണ്ട് എൻഡിന്റെ ഭാഗത്ത് മറ്റുള്ള ടൈപ്പ് സ്ക്രിപ്റ്റും ജാവാസ്ക്രിപ്റ്റും എല്ലാം യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഫ്രെയിംവർക്സ് ആണെങ്കിൽ .NET കോർ ഫോർ APIs, അതിൽ WebMVC അല്ലെങ്കിൽ .NET കോർ API എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. ഇതിന് വെബ് ടെക്നോളജീസിന് വേണ്ടിയിട്ട് ASP.NET കോർ യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ ഡാറ്റ ആക്സസ് അതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം വേണ്ടി EF കോർ, എന്റിറ്റി ഫ്രെയിംവർക്ക് കോർ ഫോർ ഡാറ്റ ആക്സസ് ആൻഡ് ORM. ഫ്രണ്ട് എൻഡിൽ നമുക്ക് ഏത് ടെക്നോളജി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒന്ന്, നമുക്ക് ഇതുമായിട്ട് ബന്ധമില്ലാത്ത ആംഗുലർ ഓർ റിയാക്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ASP.NET കോറിന് കൂടെ എംബഡഡ് ആയിട്ട് ബ്ലേസർ ഫ്രെയിംവർക്ക് യൂസ് ചെയ്യാം. ഡെവോപ്സിന് വേണ്ടിയിട്ട് അഷൂർ ഡെവോപ്സ് എന്ന് പറഞ്ഞിട്ട് അഷൂർ ക്ലൗഡ് പ്ലാറ്റ്ഫോമിന്റെ തന്നെ എലമെന്റ് ആയ അഷൂർ ഡെവോപ്സ് ഫോർ CI/CD, കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ, കണ്ടിന്യൂസ് ഡിപ്ലോയ്മെന്റ്, കണ്ടിന്യൂസ് ഡെലിവറി. പിന്നെ അഷൂർ മോണിറ്ററിംഗ് ഫോർ ആപ്ലിക്കേഷൻ പെർഫോമൻസ് മോണിറ്ററിംഗ്. അതുപോലെ ഒരുപാട് ഡെവോപ്സ് ടൂൾസ് അഷൂർ പ്ലാറ്റ്ഫോം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു. ക്ലൗഡ് സർവീസസ് നിന്ന് നോക്കുകയാണെങ്കിൽ AKS, അഷൂർ കുബർനെറ്റിസ് സർവീസ്, അഷൂർ ഫങ്ഷൻസ് ഫോർ സർവർലെസ്, അതുപോലെ മാനേജ് ഡാറ്റാബേസ്, അഷൂർ സ്കിൽ ഡാറ്റാബേസസ്, അതുപോലെ ഒരുപാട് ക്ലൗഡ് സർവീസസ് തരുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടെ പറഞ്ഞിട്ടില്ല, ചെറിയൊരു സെറ്റാണ് പറഞ്ഞത്. അഷൂർ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ക്യാമ്പ് ഹാസ് എവറിത്തിങ് ഫോർ എൻഡ് ടു എൻഡ് ക്ലൗഡ് നേറ്റീവ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ് ഈ ഒരു സ്ലൈഡിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇതുപോലെ തന്നെ ജാവ സ്റ്റാക്കിലും ഒരുപാട് റിലേറ്റഡ് ടെക്നോളജീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ ഇന്നത്തെ വെബിനാറിൽ ടോപ്പിക് ഇതല്ലാത്തതുകൊണ്ട് ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അടുത്തതായി ഈ സ്റ്റാക്ക് ഒരുപാട് ഫ്രെയിംവർക്സും ടൂൾസും ഉണ്ട്. പൈത്തൺ സ്റ്റാക്കിലും ഒരുപാട് ഫ്രെയിംവർക്സും ടൂൾസ് ഉണ്ട്. ജാവോ പോലുള്ള ടൂൾസ്, പിന്നെ നമ്മുടെ ഫ്ലാസ്ക് എന്ന് പറയുന്ന ടൂൾ, പിന്നെ അതുമാതിരി PyTest ഫോർ ടെസ്റ്റിംഗ്, അതുപോലെ ഒരുപാട് ടൂൾസ് ഉണ്ട്. പിന്നെ ഈ പൈത്തൺ സ്റ്റാക്കും ഈ മീൻ സ്റ്റാക്കും എല്ലാ സ്റ്റാക്കും നമുക്ക് ശരി ഏത് ക്ലൗഡ് പ്രൊവൈഡറിലും നമുക്ക് ഡിപ്ലോയ് ചെയ്യാം. എല്ലാ മേജർ ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ആർ പ്രൊവൈഡിങ് സപ്പോർട്ട് ഫോർ ഓൾ ഓഫ് ദി സ്റ്റാക്സ്. ഗോലാങ്ങിനും അതിനനുസരിച്ചുള്ള സ്റ്റാക്സ് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഡെവലപ്മെന്റ് സ്റ്റാക്സിന്റെ കാര്യങ്ങൾ. സോ നിങ്ങൾക്ക് പരിചയമുള്ള ഏതെല്ലാം സ്റ്റാക്സ് ആണ്? ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റാക്ക് നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യുകയോ നിങ്ങൾ കേൾക്കുകയോ പരിചയപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒന്ന് ടൈപ്പ് ചെയ്യാം. ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടും. നിങ്ങൾ ആരാണ് ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റാക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്റ്റാക്കോ യൂസ് ചെയ്യാം. മറ്റൊരു സ്റ്റാക്കാണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഇവിടെ ടൈപ്പ് ചെയ്യാം. നിങ്ങൾ ആരെങ്കിലും ഓക്കെ റൈസൽ റഷീദ് മെയിൻ സ്റ്റാക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അത് റൈസൽ റഷീദ് ക്ലൗഡ് നേറ്റീവായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ അതോ ക്ലൗഡ് നേറ്റീവ് ഫ്രെയിംവർക്സ് യൂസ് ചെയ്തിട്ടുണ്ടോ മെയിൻ സ്റ്റാക്കിൽ? ഇല്ല. ഓക്കെ, ഹു വേറെ ആരാണ് ഏതെങ്കിലും വേറെ സ്റ്റാക്കുകൾ യൂസ് ചെയ്തിട്ടുള്ളത്? ഇനി ഇതുവരെ ജാവ സ്പ്രിംഗ്, ഡൊമിനിക് ജോൺസൺ ജാവ സ്പ്രിംഗ് യൂസ് ചെയ്തിട്ടുണ്ട്. സ്പ്രിംഗ് ബൂട്ടും സ്പ്രിംഗ് ക്ലൗഡും യൂസ് ചെയ്തിട്ടുണ്ടോ? ഡൊമിനിക് ജോൺസൺ സ്പ്രിംഗ് ക്ലൗഡ് യൂസ് ചെയ്തിട്ടുണ്ടോ? സ്പ്രിംഗ് ബൂട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഏതെങ്കിലും ക്ലൗഡിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടോ ഡൊമിനിക് ജോൺസൺ? ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഇതിൽ ചോദിക്കാം, ഇതുവരെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഹാൻഡ്സ് റേസ് ചെയ്യാം. അത് നമുക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദ്യം ചോദിക്കാം. എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ്സ് റേസ് ചെയ്യാം.
ഓക്കെ, ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അത് നമ്മളൊരു അപ്കമിങ് സെഷനിൽ ഒരു സെഗ്മെന്റിൽ വരുന്നുണ്ട്. ഞാൻ അതിനെ കുറിച്ച് പറയും. ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം ഇതാണ് ഇപ്പോ ഓൾറെഡി കറന്റ്ലി ഇറ്റ്സ് ഹോട്ട് ആൻഡ് ഇറ്റ് ഈസ് ഗ്രോയിങ് എക്സ്പോണൻഷ്യലി. സോ ദർ ആർ ലോട്ട് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എവരിവർ. മിഡ് സൈസ് ടു ലാർജ് കമ്പനീസിലാണ് ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ചെറിയ കമ്പനികളിലല്ല, വലിയ കമ്പനികളിലാണ്. സോ ദ സാലറീസ് ആർ മോർ, ഈവൻ ദ ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ആർ മോർ. അതിലാണ്. Okay, so since there are no questions, I'm moving on.